ബന്ദിമോചനത്തിന് മുൻപ് ഗാസയിൽ ഇനിയും ആക്രമണം തുടർന്നാൽ ബന്ദികളെ മുഴുവൻ വധിക്കുമെന്ന് ഇസ്ലാമിക് ജിഹാദിന്റെ വമ്പൻ ഭീഷണി. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടനയാണ് വൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ കൊലപ്പെടുത്തുമെന്നാണ് PIJയുടെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ബന്ദിമോചനത്തിന് തൊട്ടു മുൻപുള്ള അവസാന നിമിഷങ്ങളിൽ ഗാസയിൽ ഹമാസിന് നേരെ അതിമാരകമായ ആക്രമണം സംഘടിപ്പിക്കുകയാണ് ഇസ്രായേൽ. നാളെ രാവിലെ ഗാസയിലെ പ്രാദേശിക സമയം 8 മണിയോടുകൂടിയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരിക. ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് വരെ ഗാസയിലുടനീളം ആക്രമണം നടത്തി ഹമാസിന് പരമാവധി നാശനഷ്ടം വരുത്തുക എന്നതാണ് ഇസ്രായേൽ സ്വീകരിക്കുന്ന തന്ത്രം. മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഒക്കെ രഹസ്യ പോലീസുകാർ ഗാസയിലുടനീളം ഇതിനകം വിന്യസിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ബന്ദിയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അത് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. നാളെ രാവിലെ 8 മണി എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് പരാജയത്തിന് തുല്യമായ ഒരു സമയമാണ്. നാളെ രാവിലെ 8 മണിക്ക് മുൻപ് ഗാസയിൽ ഹമാസിൻ്റെ അന്ത്യം കുറിക്കുക. ഇതാണ് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അതിനനുസരിച്ചുള്ള പോരാട്ടമാണ് ഗാസയിൽ ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന പാലസ്തീനിലും ഗാസയിലും പ്രവർത്തിക്കുന്ന ഹമാസിനെ പോലുള്ള മറ്റൊരു ഭീകര സംഘടന, ആ ഭീകര സംഘടന വലിയ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കർമ്മ ന്യൂസ് തന്നെ പലതവണ നേരത്തെ ഈ വാർത്ത നൽകിയിരുന്നു. അതായത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ എല്ലാവരെയും ഹമാസിൻ്റെ പക്കലല്ല സൂക്ഷിച്ചിട്ടുള്ളത്. ഹമാസ് അല്ല അവരെ തടവിലാക്കിയിട്ടുള്ളത്. പലർക്കായി ഹമാസിൻ്റെ നേതാക്കന്മാർ അന്ന് ബന്ദികളെ വീതിച്ചു നൽകിയിരുന്നു. അതിൽ കുറേയേറെ പേർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് വെസ്റ്റ് ബാങ്കിലും അതുപോലെ ഒക്യുപ്പൈഡ് പാലസ്തീനിലുമുള്ള പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയായ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ കൈവശം നിരവധി ബന്ദികളുണ്ട്. ആ ബന്ദികളെ കുറിച്ചാണ് ഇപ്പോൾ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇനിയും ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ കൊന്നു തള്ളും. ഇതാണ് PIJയുടെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. ഇതിനെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ കണ്ടിരിക്കുന്നത്. മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും നിരവധി രഹസ്യാന്വേഷണ പോലീസുകാർ ഇപ്പോഴും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. അത് കൃത്യമായി തന്നെ അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ഏതൊക്കെ ബങ്കറുകളിൽ നിന്നാണ് ഈ ഹോസ്റ്റേജസിനെ, ഈ ബന്ദികളെ അവർ പുറത്തെത്തിക്കുന്നത്, എവിടെയാണ് ഇതുവരെ ഈ ബന്ദികളെ അവർ തടവിൽ പാർപ്പിച്ചിരുന്നത്, ആ തടവിൽ പാർപ്പിച്ചിരുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് മൊസാദിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. കാരണം ഗാസയിലുടനീളം കഴിഞ്ഞ 10-15 മാസക്കാലമായി ഇസ്രായേലി സേനയുടെ സാന്നിധ്യമുണ്ട്. മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും രഹസ്യ പോലീസുകാർ അവിടെ ഉഴുതുമറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ കണ്ണ് വെട്ടിച്ച് എവിടെയാണ് ഈ ബന്ദികളെ ഇത്രയും കാലം ഹമാസ് സൂക്ഷിച്ചിട്ടുള്ളത്, ഇത് സംബന്ധിച്ച് ഇസ്രായേലിന് വലിയ സംശയമുണ്ട്. മറ്റേതെങ്കിലും ഒരു രാജ്യം, പ്രത്യേകിച്ച് ഈജിപ്റ്റോ ഇറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിനു വേണ്ടി ഹമാസിനെ സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒളിയിടം അവർ ഇസ്രായേലിൻ്റെ കണ്ണ് വെട്ടിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും ഒളിയിടം അവർ ഒരുക്കിയിരുന്നിട്ടുണ്ടോ? ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ പരിശോധിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ബന്ദിമോചനം സാധ്യമാകുമ്പോഴും ബന്ദികളെ ഇത്രയും കാലം സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്, ഏത് പാതാളത്തിലാണ് ബന്ദികളെ ഒളിപ്പിച്ചിരുന്നത്, എവിടെ ഒളിപ്പിച്ചാണ് ഇത്രയും കാലം അവരെ പാർപ്പിച്ചിരുന്നത്, ഇത് കൃത്യമായി പരിശോധിക്കണമെന്ന് ഇസ്രായേലിന് വാശിയുണ്ട്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ IDF മൊസാദിനും ഷിൻബെറ്റിനും നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ വലിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ, ഇനിയും ഗാസയിലുടനീളം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ ആ നിമിഷം തന്നെ കയ്യിലുള്ള ബന്ദികളെ കൊലപ്പെടുത്തുമെന്നാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ വക്താവ് അബു ഹംസയാണ് ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതിനർത്ഥം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ പക്കൽ നിരവധി ബന്ദികൾ ഇപ്പോഴുമുണ്ട്. ഹമാസിനൊപ്പം തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഈ ബന്ദികളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവരെ നിരവധി പേരെ ഇതിനകം തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇതാ ഒളിഞ്ഞും തെളിഞ്ഞും ഈ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിൽ
പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പക്കലുള്ള ബന്ദികളെ ഞങ്ങൾ കൊല്ലും. അത് കൊല്ലാതിരിക്കണമെങ്കിൽ അടുത്ത ദിവസം ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് വരെ ഇനി ഒരാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ഗാസയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലേക്ക് ഹമാസിനെതിരെയോ അല്ലെങ്കിൽ ഹമാസിന്റെ അനുകൂലമായ സംഘടനകൾക്കെതിരെയോ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടാകരുത് എന്ന വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ PIJ നൽകിയിരിക്കുന്നത്. ഇതിനോട് ഇസ്രായേലിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അതേസമയം ഞായറാഴ്ച രാവിലെ 8 മണി എന്നൊരു സമയപരിധിക്ക് മുൻപ് പരമാവധി നാശനഷ്ടം ഹമാസിനുണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള വമ്പൻ പോരാട്ടം നടത്തുകയാണ് ഇസ്രായേലി സേന. ഗാസയിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമസേനയുടെ ബോംബാക്രമണം ഉണ്ടായിരുന്നു. ഇസ്രായേലി വ്യോമസേന അതിശക്തമായ ആക്രമണം തന്നെയാണ് ഗാസ മുനമ്പിൽ ഗാസയിലെ മുഴുവൻ സ്ട്രിപ്പിലും നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നുക്മ ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്കുള്ള കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് ഈ കൊടും ഭീകരൻ എന്നുള്ള വിവരം പുറത്തു വരുന്നു. ആ കൊടും ഭീകരനെ അടക്കം ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ് കഴിഞ്ഞ ദിവസം ഗാസ സ്ട്രിപ്പിലുടനീളം നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചത്. അതിന് പിന്നാലെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അതിഭീകരമായ ആക്രമണം ഈ മേഖലയിലേക്ക് നടത്താനുള്ള എല്ലാ പരിശ്രമവും നടത്തുകയാണ് ഇസ്രായേലി സേന. ഇതിൽ ഭയന്നുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ ഹമാസ് ഭീകരന്മാരെയും ഇസ്രായേൽ സേന കൊന്നുതള്ളുമെന്ന ഭയപ്പാടിൽ തന്നെയാണ് ഇപ്പോൾ PIJ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നാളെ രാവിലെ ഗാസയിലെ പ്രാദേശിക സമയം 8 മണിയോടുകൂടിയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരിക. ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് വരെ ഗാസയിലുടനീളം ആക്രമണം നടത്തി ഹമാസിന് പരമാവധി നാശനഷ്ടം വരുത്തുക എന്നതാണ് ഇസ്രായേൽ സ്വീകരിക്കുന്ന തന്ത്രം.